വംശനാശം സംഭവിച്ച നമ്മുടെ ലോകത്തു നിന്ന് അപ്രത്യക്ഷമായ നിരവധി ജീവികളുണ്ട്. സമുദ്രത്തിലും കരയിലും ആകാശത്തും ഒക്കെയായി ജീവിക്കുന്ന ജീവികളുടെ വംശനാശത്തിൽ മനുഷ്യനും പങ്കുണ്ട്. വംശനാശത്തിന്റെ ഉയർന്ന നിരക്കിന്റെ പ്രാഥമിക കാരണം ആവാസ വ്യവസ്ഥയുടെ നഷ്ടമാണ്. മറ്റു കാരണങ്ങളിൽ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ, വാണിജ്യാവശ്യങ്ങൾക്കായി വന്യജീവികളെ അമിതമായി ചൂഷണം ചെയ്യുക, ഹാനികരമായ രീതിയിലുള്ള ഉപദ്രവം, മലിനീകരണം, രോഗങ്ങളുടെ വ്യാപനം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ലോകത്ത് ഇതേ തരത്തിൽ വംശനാശം സംഭവിക്കുന്ന മറ്റൊരു ജീവിയാണ് വാൻക്വിറ്റ എന്ന ജീവികൾ. പോർപോയീസ് എന്ന ജീവി വിഭാഗത്തിൽപ്പെടുന്നവയാണ് ഇവ. കാലിഫോർണിയ ഉൾക്കടലിന്റെ ഉത്തരഭാഗത്ത് കാണപ്പെടുന്ന ഇവയുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരികയാണെന്നാണ് റിപ്പോർട്ടുള്ളത്. വെറും 10 എണ്ണം മാത്രമാണ് ഇനി അവശേഷിക്കുന്നതെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. കാഴ്ചയിൽ വളരെ ഭംഗിയുള്ള ഇവ കാലിഫോർണിയ സമുദ്രത്തിൽ 2235 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് മാത്രമാണ് കാണപ്പെടുന്നത്. ആഴം കുറഞ്ഞ ജലമേഖലയിലാണ് ഇവയുടെ താമസം. ഇത്രയും ചെറിയ വിസ്തൃതിയിൽ താമസ മേഖലയുള്ള ഏക സമുദ്രജീവി കൂടിയാണ് വാൻക്വിറ്റ. ആഴം കുറഞ്ഞ ജലമേഖലയിൽ താമസിക്കുന്നതിനാൽ തന്നെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ഇവയെ നന്നായി ബാധിക്കാറുണ്ട്. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും ചെറിയതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ സമുദ്ര സസ്തനിയായി വാൻക്വിറ്റ അഭിമുഖീകരിക്കുന്ന അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനായി അന്താരാഷ്ട്ര വെയിൽസ് കമ്മീഷൻ അതിന്റെ 70 വർഷത്തെ ചരിത്രത്തിലെ ആദ്യത്തെ വംശനാശ മുന്നറിയിപ്പ് കഴിഞ്ഞ വർഷം പുറപ്പെടുവിച്ചിരുന്നു. ഏകദേശം 1.2 മുതൽ 1.5 മീറ്റർ വലിപ്പവും 68 കിലോഗ്രാം ഭാരവുമുള്ള ഈ ജീവികളുടെ ജീവൻ മത്സ്യബന്ധന വലകളായ ഗിൽനെറ്റിൽ കുടുങ്ങിയാണ് പൊലിയാറുള്ളത്. ചൈനയിലെയും ഹോങ്കോങ്ങിലെയും കരിഞ്ചന്തയിൽ വൻ ലാഭത്തിന് വിൽക്കുന്ന മറ്റൊരു വംശനാശ ഭീഷണി നേരിടുന്ന മത്സ്യമായ ടോട്ടോബയെ വേട്ടയാടാനാണ് ഈ മത്സ്യത്തൊഴിലാളികൾ വലകൾ ഉപയോഗിക്കുന്നത്. ടോട്ടോബ എന്ന മത്സ്യത്തിന്റെ വ്യാപാരത്തിന്റെ ഉയർച്ചയുടെ സമയത്ത് കഴിഞ്ഞ ദശകത്തിൽ വാൻക്വിറ്റ എന്ന ഈ ജീവിയുടെ സംഖ്യ 567 നിന്ന് 10 കുറയുകയാണ് ചെയ്തത്. ചാരനിറത്തിലുള്ള ശരീരമാണ് ഇവയ്ക്കുള്ളത്. ഇവയുടെ കണ്ണുകളിലും ചുണ്ടിലും കറുത്ത പാടുകളുമുണ്ട്. ഉരുണ്ട തലകളുമാണ് ഇവയ്ക്കുള്ളത്. 1997 567 വാൻക്വിറ്റകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. 2015 ഇത് 59 കുറഞ്ഞു. 2022 ആയതോടെ വാൻക്വിറ്റകളുടെ എണ്ണം 10 മാറുകയും ചെയ്തു. 2022 മെക്സിക്കൻ നാവികസേന സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് സീറോ ടോളറൻസ് ഏരിയ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് കോൺക്രീറ്റ് ബ്ലോക്കുകൾ സ്ഥാപിക്കുകയും അനധികൃത മത്സ്യബന്ധനം തടയാനും വാൻക്വിറ്റയെ സംരക്ഷിക്കാനും നടപടിയെടുത്തു. എന്നാൽ മത്സ്യബന്ധനം അയവില്ലാതെ തുടരുകയാണ് ചെയ്തത്. എണ്ണത്തിൽ ഇവ വളരെ കുറവാണെങ്കിലും ഈ ഇനം ഇതുവരെ നശിച്ചിട്ടില്ലെന്ന് വിദഗ്ധർ പറയുന്നു. കഴിഞ്ഞ വർഷം കണ്ടെത്തിയ കുഞ്ഞു വാൻക്വിറ്റ പോലും ആരോഗ്യത്തോടെ ജീവിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. വാൻക്വിറ്റകളെ സംരക്ഷിക്കുന്നത് സംബന്ധിച്ച് ഇന്ന് വലിയ ചർച്ചകളും അവബോധവുമെല്ലാം മെക്സിക്കോയിലുണ്ട്. ലിയോനാർഡോ ഡി കാപ്രിയോയെ പോലെ പരിസ്ഥിതി സ്നേഹികളായ പ്രമുഖ നടന്മാരും ഇവയ്ക്കായി രംഗത്ത് വന്നിട്ടുണ്ട്.